ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം താരമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ രാവിലത്തെ എല്ലാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുത്ത്. അപ്പോൾ ഈ റേച്ചാനാണെങ്കിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസവും ടൊമാറ്റോ ചട്നി ഉണ്ടാക്കിയല്ലേ, അപ്പോൾ അതിവിടെ എല്ലാവർക്കും ഇഷ്ടമായി. ഇവർക്ക് ഞാനൊഴിച്ച് ഈ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനേ. അപ്പോൾ റേച്ചാൻ ഈ വരുന്ന വഴിക്കും കാണാൻ ഈ ഉന്തുവണ്ടിയിൽ ആൾക്കാരിങ്ങനെ കൊണ്ടുപോകും. അതെന്ന് പറയുന്നത് കുഞ്ഞ് ടൊമാറ്റോ, അത് കുറച്ച് നാൾ അങ്ങനെ പെട്ടെന്ന് വെച്ചേക്കാവത്തില്ല. വേറെ മറ്റേ നമ്മുടെ ടൊമാറ്റോ ആണെങ്കിൽ കുറച്ച് നാൾ ഒരു 1-2 ആഴ്ച ഇരുന്നാലും അത് പന്നലാവത്തില്ല. ഇതാണെങ്കിൽ പെട്ടെന്ന് പന്നലാകും. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം വന്നപ്പോഴും വാങ്ങിച്ചുകൊണ്ട് വന്നോണ്ടേ അത് പന്നലാവണമെന്ന് പറഞ്ഞ് രാവിലെ അവർക്കെല്ലാം ഇഷ്ടമാണല്ലേ, ഞാനത് കണ്ടിച്ച് ചട്നി ഉണ്ടാക്കി. അപ്പോൾ എല്ലാവർക്കും ചപ്പാത്തി വേണം ഉച്ചയ്ക്ക്. അതിനുശേഷം പിന്നെ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഒന്ന് അനന്ന് വന്നിട്ടുണ്ടെ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ബോയിൽ റൈസാണ് വാങ്ങിക്കുന്നത്. ഇവിടെ ഈ പിള്ളേർക്ക് ചുമന്ന അരി ഇഷ്ടമല്ല, ആ ചോറ്. എനിക്കാണെങ്കിൽ നേരെ തിരിച്ചാൽ അതിഷ്ടമാണ്. അപ്പോൾ അവന്മാരെ ഉദ്ദേശിച്ച് അവന്മാർക്ക് ഈ ഇവിടുത്തെ ഈ പച്ചരി കൊടുത്താലും അവന്മാർക്ക് ഇഷ്ടം. എന്നാലും എനിക്ക് കൂടുതലായിട്ട് ജോലിയില്ല, അതുള്ള റൈസ്. എനിക്കൊന്ന് മാർക്കറ്റിലൊന്ന് പോകണം. ചുമന്നേരി ഇവർക്ക് 2 മീനച്ചാർ ചോദിക്കുന്നുണ്ട് ആൾക്കാർ. അപ്പം മീനച്ചാർ ചോദിക്കുന്നുണ്ട്. അപ്പം എന്ന് വിളിച്ച് ചോദിക്കുമ്പോഴും അവർ വരുന്നില്ല. അപ്പം ഞാൻ നമുക്കൊന്ന് പോയി നോക്കാമെന്ന് എന്തുവാന്നേലും. അപ്പം ഞാൻ രാവിലെ ഈ മീൻ വെട്ടുന്നത് ഇന്ന് കറി വെക്കാനല്ല, ഉച്ചയ്ക്ക് ഇവരെല്ലാം വെട്ടിവെച്ചവരെല്ലാം പിന്നെ നാളെയാണ് ഞാൻ കട്ടി വെച്ചിട്ട് ഞങ്ങളൊന്ന് ഒരു 3:30 ആകുമ്പോഴത്തേന് നമുക്ക് അപ്പോൾ അവിടെ മാർക്കറ്റിംഗ് ഈ ഹോൾസെയിൽ മാർക്കറ്റ് തുടങ്ങുന്നത് 3:30 തൊട്ടൊരു 4:30 വരെ കാണും. പിന്നെ അത് കഴിഞ്ഞ് അവിടെ തന്നെ അല്ലാതെ നോർമൽ റേറ്റിലായിരിക്കും. അങ്ങനെ അവർ പറയാൻ ഞാൻ, പക്ഷേ എല്ലാം സെയിം തന്നെ. രാവിലെ ഉണ്ട് ഇത്. രാവിലെ ഒരു 6:30-7 മണിയാകുമ്പോൾ തുടങ്ങും. അപ്പം ഞാൻ മീനൊക്കെ ഒന്ന് വെട്ടിയെടുക്കട്ടെ. അപ്പോൾ എനിക്കിപ്പോൾ യൂട്യൂബേഴ്സ് തന്നെ 3-4 ഫ്രണ്ട്സുകളെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ജയ വെറൈറ്റി വേൾഡ്, ജോമാസ് വേൾഡ്, അനിത നായർ വ്ളോഗ്, ഇതൊക്കെ. അപ്പം ഞങ്ങൾ മാർക്കറ്റിൽ പോയി. അപ്പം ചെന്നുടനെ വലിയ മീനില്ല എന്നുള്ളത് സത്യം തന്നെ. അപ്പം ഞാൻ പറഞ്ഞെന്നാൽ ഒരു കാര്യം ചെയ്യാം, അർജൻറ്റ് ആൾക്കാർക്ക് കൊടുക്കേണ്ടിയൊക്കെ അമ്മക്ക് ഈ ചെറുത് ഒരു 3-4 അങ്ങനെ നമ്മളങ്ങനെ ചെറുത് ഇങ്ങനെ വാങ്ങിക്കുവാണെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. കാരണം എല്ലാത്തിൻ്റെയും തല വേസ്റ്റ് എല്ലാം പോകത്തില്ലേ. അപ്പം വലിയൊരു 10-15 കിലോയുടെ മീൻ എടുക്കുവാണെങ്കിൽ അതിൻ്റെ തലയിൽ അത്രയും വരും. പക്ഷേ ഇത്രയും നമ്മൾ പലതിൻ്റെ തലയാകുമ്പം അത് ഇത്തിരി കൂടുതലായിട്ട് നമുക്ക് നഷ്ടം വരും. അങ്ങനെ ഞങ്ങളൊരു നല്ല 4 എണ്ണം ഞാൻ നോക്കിയിട്ട് ഫ്രഷായിട്ടുള്ള 4 എണ്ണം എടുത്തു. ബാക്കിയൊക്കെ അവർ എടുത്തു വെച്ചോണ്ട് ഇച്ചിരി ചതഞ്ഞതൊക്കെയാണ്. അങ്ങനെ ആ 4 എണ്ണം വാങ്ങിച്ചു. പിന്നെ ഇങ്ങോട്ട് വന്ന ഉടനെ മത്തി ഇരിക്കുന്നത്, നല്ല വലിയ മത്തി, ഫ്രഷ് മത്തി. അത് ഒരു കൂട്ടം 100 രൂപ. അപ്പം ഞാൻ ആദ്യം ഒരു കൂട്ടം വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് ബാർഗിൻ ചെയ്യുന്നത് പേടിയാണ്. 1-2 എണ്ണം കൂടി ഇടുക അങ്ങനെയൊക്കെ പറയുന്നത്. റേച്ചാൻ പക്ഷേ നന്നായിട്ട് ബാർഗിൻ ചെയ്യും. അപ്പം ഞാനിവിടെ പമ്മി നിൽക്കും. റേച്ചാൻ പറഞ്ഞ് ഒരു 2-3 എണ്ണം കൂടെ എക്സ്ട്രാ ഇടെന്ന് പറഞ്ഞു. അപ്പം അവരും ഒക്കെ അതറിയാം. നമ്മുടെ ഇവിടത്തേക്കുള്ള പിന്നെ കച്ചവടം ഇങ്ങനെ അവരാദ്യം കുറച്ച് വെച്ചിട്ട് പിന്നെ ചോദിക്കുന്നവർക്കൊക്കെ ഇട്ട് കൊടുക്കും. 2-3 എണ്ണം ഇട്ടത്. അപ്പോൾ റേച്ചാൻ പറഞ്ഞാൽ എന്നാൽ ഒരു കൂട്ടം കൂടെ വാങ്ങിയിരു, പിന്നെ ഇനിയും വരുന്ന എപ്പോഴാണ് അന്ന് റേച്ചാനിട്ട് കഴിക്കത്തുമില്ല. റേച്ചാൻ ഈ ആവോലി, നെയ്മീൻ അങ്ങനെയുള്ള മുള്ളില്ലാത്തതേ കഴിക്കത്തുള്ളൂ. അങ്ങനെ വേറൊരു കൂട്ടം കൂടെ വാങ്ങിച്ചിട്ട് അതിൽ ഒരു 2-3 എണ്ണം ഇട്ട് തന്നു. എന്നിട്ട് ഞങ്ങൾ വാങ്ങിച്ച് ഇങ്ങോട്ട് വന്ന ഉടനെ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പിച്ചാത്തി കൊണ്ടുവന്നായിരുന്നു അതിൻ്റെ വാത്തല വരുത്താൻ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഒട്ടും വാത്തലയില്ലെന്ന്. അപ്പോൾ ഈ മീൻകാരികളെല്ലാം അവിടെ മീൻ വെട്ടാനിരിക്കുന്നവരെല്ലാം ഇവിടെ കൊടുക്കുന്നത്. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. നേരത്തെ റേച്ചാൻ ഈ മീൻകാർ വെട്ടുന്നത് പോലുള്ളൊരു കത്തി എനിക്ക് വാങ്ങിച്ചു കൊടുത്തന്നായിരുന്നു. അതിനും വാത്തലോട്ട് അതും ഞാൻ കൊണ്ടുവന്നു. അതും പിന്നെ വീട്ടിലെ 2 എണ്ണം കൂടെ കൊണ്ടുവന്നു. അങ്ങനെ അത് രാവിച്ച് ഇങ്ങോട്ട് വെളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു അപ്പാപ്പൻ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും വന്നിട്ടുണ്ടെങ്കിൽ ഈ അപ്പാപ്പൻ്റെ കയ്യിൽ നിന്നാണ് ആപ്പിളും ഓറഞ്ചും വാങ്ങിച്ച്, പേരയ്ക്കൊക്കെ. അപ്പോൾ റേച്ചാൻ അന്നും എന്നോട് പറഞ്ഞായിരുന്നു ഇവിടെ നിന്ന് വാങ്ങിക്കണം, നമ്മൾക്ക് ഇത്തിരി ദൂരമല്ലേ. ഇവിടങ്ങളിൽ നിന്നൊക്കെ പറയുന്നത് പന്നലാണെങ്കിൽ തിരിച്ചു കൊടുത്താൽ അവർ എടുക്കും. അപ്പോൾ ഈ ചില ആപ്പിളുകൾ പുറമേ നല്ലതായിരിക്കും, നമ്മളകം കീറുമ്പം ഒരു ചുവപ്പ് പോലെ കാണും. അപ്പം റേച്ചാൻ പറഞ്ഞു, ഇവിടുന്ന് എന്തിനാ വാങ്ങിച്ച നീ, നമുക്ക് എന്തെങ്കിലും പന്നലാങ്ങി തിരിച്ചു കൊണ്ടുവരാനൊക്കത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു ഒരു പാവം അപ്പാപ്പനല്ല. അപ്പാപ്പനും പറഞ്ഞു ഞാനങ്ങോട്ട് തുറന്നതേ ഉള്ളൂ, കൈ നീട്ടോ വാങ്ങിയൊരു മുളയെന്ന്. ഞാൻ പറഞ്ഞു വാങ്ങിക്കാം റേച്ചാന്ന്. അങ്ങനെ ആപ്പിളും വാങ്ങിച്ചു. പിന്നെ ഓറഞ്ച് കെട്ടഴിച്ചതേ ഇല്ലായിരുന്നു. ആ ഓറഞ്ചും
1 കിലോ വാങ്ങിക്കുമെന്ന് പറഞ്ഞാൽ അതും വാങ്ങിച്ചു. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന് രണ്ടും നല്ലതായിരുന്നു. അപ്പം അതിൻ്റെ ഇപ്പുറത്ത് ഈ ഉണക്കമീൻകാരി ഇരിപ്പുണ്ട്. അവരുടെ കയ്യിലുള്ളത് ഈ ഉണക്ക കൊഞ്ചും. ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മീനാണ്, ബോംബിൽ എന്ന് പറയുന്നത്. എനിക്കത് ഇഷ്ടേ അല്ല. ഇവിടെയൊക്കെയുള്ള ഒരു മഹാരാഷ്ട്രീയൻ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം. അത് വറക്കുമ്പോഴേ ഒരു വല്ലാത്ത സ്മെല്ലാണ്. അപ്പോൾ എന്നിട്ട് പൊടി കൊഞ്ചും ഉണ്ട്. അപ്പോൾ ഈ കൊഞ്ച് ചട്നി ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം, അല്ലാതെ കറി എങ്ങാണോ ഉണ്ടാക്കും. അവരെന്നോട് ചോദിച്ച് വേണേന്ന്. ഞങ്ങളുടെ വീട്ടിൽ ആരും ഇത് ഉപയോഗിക്കത്തില്ല. ഞാൻ പിന്നെയും ചട്നിയൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഈ ഉണക്ക കൊഞ്ച് ചട്നി അല്ലാതെ വേറെ വല്ലതും ഉണ്ടാക്കുമെന്ന്. അന്നേരം അവർ പറഞ്ഞു ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കറി പോലെ ഉണ്ടാക്കുമെന്ന്. പക്ഷേ എനിക്കതൊന്നും അറിയത്തില്ല. ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ, ഉണക്കക്കൊഞ്ച് കറി വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന്. അങ്ങനെയാണെങ്കിൽ ഇനി നെക്സ്റ്റ് ടൈം ഒന്ന് വാങ്ങിക്കാമെന്ന് വെച്ച്. പച്ചക്കൊഞ്ച് മാങ്ങയൊക്കെ ഇട്ടു അങ്ങനെയൊക്കെ വെക്കുമെന്ന് എനിക്കറിയാം, തീയലൊക്കെ വെക്കുമെന്നറിയാം. പക്ഷേ ഉണക്ക ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. എന്നിട്ട് ഞാൻ ഞങ്ങൾ വീട്ടിൽ വന്ന് ഈ മത്തി കണ്ടോ, ഞാനതെല്ലാം കൂടെ ഇട്ടിട്ട് പാർട്ടാക്കി വെക്കാന്നുള്ള രീതിയിൽ ഒരു 48 മത്തി ഉണ്ടായിരുന്നു 200 രൂപയ്ക്ക്. ഒരു നഷ്ടവും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് പാർട്ടാക്കി ഞാൻ എല്ലാം ഒന്ന് എടുത്ത് വെച്ചു. ഈ മീൻ മാർക്കറ്റിൽ പോയിട്ട് വന്നാൽ എൻ്റെ ദൈവമേ, എനിക്കൊരു ഭയങ്കര ജോലിയാണ്. കാരണം ഈ മീനെല്ലാം പറക്കി കൊണ്ടുപോയ ഞങ്ങളൊരു ബക്കറ്റും കൊണ്ടാണ് പോകുന്നത്. വലിയ സഞ്ചി കൊണ്ടുപോയിട്ട് ആ സഞ്ചി എടുത്ത് ബക്കറ്റിൻ്റെ അകത്ത് ഇറക്കി വെക്കും. കൊണ്ടുപോകുന്ന സഞ്ചി വലിയൊരു ചാക്കുണ്ട് എനിക്ക് കൊണ്ടുപോകാനായിട്ട്, സഞ്ചി പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ അത് ഞാൻ എപ്പോഴും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വിമ്പൊക്കെ ഈ ലിക്വിഡൊക്കെ ഇട്ട് കഴുകി, സ്മെല്ലല്ലേ, ഇച്ചിരി കംഫർട്ടൊക്കെ ഒഴിച്ചിട്ട് അത് ഉണങ്ങാൻ വെക്കും. നമ്മൾ മലയാളിക്കടയിൽ നിന്ന് പഴുത്തില്ല ഏത്തയ്ക്ക, നല്ല കൊച്ചൻ പറഞ്ഞായിരുന്നു ഏത്തയ്ക്ക വാങ്ങിക്കുക, പൊടിക്കൊച്ചി. പിന്നെ ഇവിടെ ഇത് ആരും തിന്നത്തില്ല. ഇത് ഞാൻ 1/2 കിലോ വാങ്ങിച്ചു. നാലെണ്ണം. പിന്നെ ഉണ്ണിയപ്പം വാങ്ങിച്ചു 2 പാക്കറ്റ് വാങ്ങിച്ചു. 1 പാക്കറ്റ് തീർന്നു, അവന്മാർ പൊട്ടിച്ചു. എന്താ ഇത് വേണോ? Apachako diya hai kya? Na. ഇത് വില എത്രയാണ് നമ്മൾ ചോദിച്ചില്ല, എല്ലാം കൂടെ കണക്ക് കൂട്ടി. പിന്നെ പച്ചക്കായും വാങ്ങിച്ചു 2 കിലോ. ഇത് 5 എണ്ണം 50 രൂപ. അത് തന്നെ ചെറുതതിൻ്റെ 9 എണ്ണം 35 രൂപ. അപ്പോൾ മലയാളി കടയിൽ കയറിയാണെങ്കിൽ ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഇഷ്ടംപോലെ കേക്കുകൾ ഇരിക്കുന്നു. അപ്പോൾ റീച്ച നോക്കിയിട്ടുണ്ടെങ്കിൽ ജാക്ക് ഫ്രൂട്ടിൻ്റെ പുഡിംഗ് കേക്ക്, അത് നമ്മൾ ആദ്യമായിട്ട് വാങ്ങിക്കുക. അപ്പോൾ റീച്ച പറയുന്നത് അത് വാങ്ങിക്കാമെന്ന്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നെ അമ്മമാർക്കത് കണ്ടോണ്ടേ പോൾ മോൻ എന്തായാലും കണ്ടാൽ ഒട്ടനെ അതെടുക്കണം. അവൻ തന്നെ അത് കണ്ടിക്കാൻ എടുത്തു. പക്ഷേ ജാക്ക് ഫ്രൂട്ടിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇനിയും ജാക്ക് ഫ്രൂട്ടിൻ്റെ എസൻസ് ആണോ എന്തുവാ ചേർത്തതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് പോൾ മോൻ കണ്ടിക്കാൻ നേരം ബ്രൈസമോനും ബ്രൈച്ചാനോട് അവിടെ നിന്ന് ഹാപ്പി ബർത്ത്ഡേ ടു യു പാടുമായിരുന്നു. അപ്പോൾ ആദ്യം ഇത് കണ്ടോണ്ടേ അവൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പോൾ ഇത് ഇന്നലത്തെ ഞാൻ പറഞ്ഞില്ലേ ഈ കപ്പപ്പഴം ഇവിടെ ആർക്കും ഇഷ്ടമല്ല, എനിക്ക് പക്ഷേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ്. അങ്ങനെ 1/2 കിലോ വാങ്ങിച്ചു. ഇന്നലെ വെറും ഇച്ചിരി ഇതായിട്ടിരിക്കുമായിരുന്നു, ഇന്നിപ്പോൾ ഇച്ചിരി കൊണ്ടൊന്ന് പഴുത്തിട്ടുണ്ട്. ആ ആപ്പിൾ കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ലതാണ്, ഒരു കേട് പോലും ഇല്ലായിരുന്നു, നല്ല വെയിറ്റൊക്കെ ഉള്ളതായിരുന്നു. അതുകൊണ്ട് ഞാനങ്ങ് ഇത് 2 കൂടെ അങ്ങ് വാങ്ങിച്ച 1 കിലോയുടെ വാങ്ങിക്കേണ്ടതായിരുന്നു. ഈ ആപ്പിൾ അന്നേരം ഇവിടെ പ്രൈസമോന് ഇഷ്ടമുള്ള ആപ്പിളാണ്. ചില ആപ്പിൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇത്തിരി പൊടി പോലുള്ളത്, അത് അവനിഷ്ടമല്ല. അവൻ ഈ കണ്ടിക്കുമ്പോൾ ഇത്തിരി കറുമുറ ഇരിക്കുന്ന അങ്ങനെയുള്ള ഇഷ്ടം. ഇതങ്ങനെയുള്ളതായിരുന്നു, നല്ല മണമായിരുന്നു. ഓറഞ്ചും നല്ല ചില ഓറഞ്ചൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇത്തിരി പൊങ്ങ് പോലെ ഇരിക്കും, ഇത്തിരി മധുരം കാണത്തില്ല. പക്ഷേ ഇത് ഒന്നുപോലും പന്നലല്ലായിരുന്നുള്ള. പേരയ്ക്ക ഉണ്ടായിരുന്നു, പക്ഷേ അത് പുള്ളിക്കാരൻ അത് തുറന്നെടുത്തില്ല. പക്ഷേ സമയം പോകുന്നു പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോയിരുന്നു. ഈ ഓമയ്ക്ക കിലോ 50 രൂപ.
ഓമയ്ക്ക ഇവിടെ ഞാനും ഡാഡിയമ്മേ കഴിക്കാറുള്ളൂ. പക്ഷേ ഇത് നല്ല വെയിറ്റുള്ള ഓമയ്ക്ക. റീച്ചാൻ അത് കഴിഞ്ഞൊരു ഓമയ്ക്ക വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു, റീച്ച ഇത് ആകെ മധുരമൊന്നും കാണത്തില്ല, പൊള്ളയാണ്. അതുപോലെ പൊള്ളയായിരുന്നു, ഒരിച്ചിരി മധുരമില്ല. റീച്ച നോക്കിയപ്പോൾ നല്ല നമ്മുടെ ഓമയ്ക്ക പഴുക്കുമ്പോൾ എങ്ങനെ യെല്ലോ കളറാണ് അതുപോലുള്ള കളറാണ് പുറം. അവരെങ്ങനെ വാട്ടി പഴിപ്പിച്ചതെന്ന് അറിയത്തില്ല. അത് കണ്ടുകൊണ്ട് പാവം വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു എടുക്കുവാണെങ്കിൽ ഇനി ഇങ്ങനെയുള്ളതേ എടുക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.